നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത അർത്ഥം. ഇതങ്ങ് മനസ്സിലായി കഴിഞ്ഞാൽ ഹല്ലേലൂയ, വിശ്വാസം എന്നത് തന്നെ വാസ്തവത്തിൽ കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. കാണപ്പെടാത്തതുണ്ട്. ഹല്ലേലൂയ, കാണപ്പെടാത്തത് ഉണ്ടെന്ന്. അതെങ്ങനെയാണ് കാണപ്പെടാത്തതുള്ളത്? അതാണ് സൂപ്പർ നാച്ചുറൽ. ഇവിടെയാണ് നമുക്ക് വളരെ വ്യത്യാസം ഉണ്ടാകേണ്ടത്. നമ്മളെന്തോ കാരണവശാൽ കാലത്തിൻ്റെ ഈ ഒരവസ്ഥയിൽ നമ്മൾ നശ്വരമായ ഒരു കാര്യവും നശ്വരമായ ഒരു സയൻറ്റിഫിക് രൂപത്തിൽ എല്ലാ കാര്യങ്ങളെയും കാണുന്നു, സയൻറ്റിഫിക്കായിട്ട്. എന്നാൽ ആ സയൻറ്റിഫിക്കിൽ തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ ലെവലുണ്ട്. വിശ്വാസം എന്നാൽ തന്നെ സൂപ്പർ നാച്ചുറലാണ്. അതുകൊണ്ടാണ് ഈശോ, നോക്കൂ, നമ്മൾ ക്രിസ്മസിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ക്രിസ്മസ്? ദൈവം മനുഷ്യനായിരുന്നു. അതോ ഒരു സ്ത്രീയിലൂടെ, ഒരു പുരുഷ സ്പർശമില്ലാതെ? ഇത് സാധാരണമാണോ? ഇത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അപ്പം അവിടെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത അർത്ഥം ആരംഭിക്കുകയാണ്. ഈ ഒരു ചെറിയ പാരഗ്രാഫിനെ വളരെ വിശദമായിട്ട് നമ്മൾ കേട്ടു. അതൊന്നുകൂടി വായിക്കുകയാണ്. 91-ാമത്തെ ഖണ്ഡിക. ആവിഷ്കൃത സത്യത്തിൻ്റെ ഗ്രഹണം. അതാണ് ആവിഷ്കൃത സത്യത്തിൻ്റെ തന്നെ ഗ്രഹണം, കൈമാറൽ, ട്രാൻസ്മിഷൻ. എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും പങ്കുണ്ട്. ഗ്രഹണത്തിലും കൈമാറലിലും എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും പങ്കുണ്ട്. തങ്ങളെ പഠിപ്പിക്കുകയും, നമ്മൾ ആ വചനങ്ങളെല്ലാം കേട്ടു, ഇപ്പോൾ അത് ഞാൻ എടുക്കുന്നില്ല. എന്നാലും 1 യോഹന്നാൻ 2:20, 2:27 അതാണ്. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, സത്യത്തിൻ്റെ സാകല്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 16:13. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവരാണവർ. അപ്പോൾ നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഈ പരിശുദ്ധാത്മാവിൻ്റെ മുഴുവനും പ്രവർത്തനങ്ങൾ നമ്മളിലുണ്ട്. ഇത് കണ്ടെത്താത്തതാണ് നമ്മുടെ, ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം, നമ്മുടെ അജ്ഞത. എന്നാൽ അത് കണ്ടെത്തുന്നത് ആണ് ജ്ഞാനം. അത് കണ്ടെത്തുന്നത്, ഈശോ പറഞ്ഞില്ലേ, ദൈവരാജ്യം ഒരുവൻ വയലിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു നിധിക്ക് സദൃശ്യമാണ്. കണ്ടെത്തുന്നവരെല്ലാം വിറ്റ് ആ വയൽ വാങ്ങിടുമല്ലോ. കണ്ടോ? അത് കണ്ടെത്തുന്നവൻ എല്ലാം വിറ്റിട്ട് ആ വയൽ വാങ്ങും. കാരണം ആ വയലിൽ ഒരു നിധി ഒളിഞ്ഞിരിക്കുന്നു. എല്ലാം വിറ്റിട്ട്, അവനുള്ളതെല്ലാം വിറ്റിട്ട്. കാരണം ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം എന്ന് ഈശോ പറഞ്ഞു. അതായത് നിൻ്റെ ആത്മാവ്, നിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കും. എപ്പോഴാണ് ഈ ആത്മാവിന് വില മനസ്സിലാകുന്നത്? നിൻ്റെ ആത്മാവിൽ ദൈവരാജ്യം സന്നിഹിതമായിരിക്കുന്നു. ആ ദൈവരാജ്യം സന്നിഹിതമായിരിക്കുന്ന അവസ്ഥ നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ നമ്മുടെ ആത്മാവിനാണ് വില. ലോകം മുഴുവനുമുള്ള എല്ലാ സമ്പത്തും കിട്ടിയാലും അതിലും വലിയ വിലയാണ് നമ്മുടെ ആത്മാവിന് എന്ന ഒരു ജ്ഞാനം നമ്മൾക്ക് മനസ്സിലാവും. കാരണം എന്താ? ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവ് തന്നെ നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു. അപ്പം എന്താ വേണ്ടേ? ആരെ വേണ്ടേ? ആ സൃഷ്ടാവിനെ വേണോ? ആ സൃഷ്ടാവ് സൃഷ്ടിച്ച വസ്തുക്കൾ വേണോ? അതാണ് ജ്ഞാനം.
അപ്പോൾ ആ പ്രകൃത്യാതീത, പ്രകൃതി മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാണ്. പ്രകൃത്യാതീതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൃഷ്ടാവ്. സൂപ്ര നാച്ചുറൽ, നാച്ചുറൽ ഈസ് ക്രിയേഷൻ. സൂപ്ര നാച്ചുറൽ എന്ന് പറയുമ്പോൾ ആ ക്രിയേഷനെ ഉപരിയായിട്ട് അതിനെ സൃഷ്ടിച്ചവൻ ഒരേ ഒരു സൃഷ്ടിയുടെ അകത്തുണ്ട്, മനുഷ്യൻ്റെ അകത്ത്. എന്തിനാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്? അവന് വസിക്കാൻ വേണ്ടി, അതുപോലെ ഒരു ആത്മാവിനെ നൽകിക്കൊണ്ട് സൃഷ്ടിച്ചു. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ സൈഡ് കുറിപ്പിൽ എഴുതിയിരിക്കുന്ന വചനം അല്ലെങ്കിൽ പാരഗ്രാഫ് 737 പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഇത് വളരെ പ്രമാദമായ ഒരു പ്രബോധനമാണ്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും എന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവും സഭയും. ഈ പരിശുദ്ധാത്മാവും സഭയും ഇത് പ്രകൃത്യാതീതമാണ്. ക്രിസ്തുവിൻ്റെ ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമായ സഭയിൽ ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യം പൂർണ്ണതയിലെത്തുന്നു. സഭയിലാണത് പൂർണ്ണതയിലെത്തുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമായ സഭയിൽ, ക്രിസ്തുവിൻ്റെ ശരീരവും അതേസമയം പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമായ സഭയിൽ ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യം പൂർണ്ണതയിലെത്തുന്നു. അപ്പോൾ മുതൽ ഈ സംയുക്ത ദൗത്യം ക്രിസ്തുവിശ്വാസികളെ പരിശുദ്ധാത്മാവിൽ പിതാവിനോടുള്ള അവിടുത്തെ ഐക്യത്തിൽ പങ്കുകാരാക്കുന്നു. ശ്രദ്ധിക്കണം. അപ്പോൾ സഭ രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ സഭയിൽ ക്രിസ്തുവും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യം പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിശ്വാസികളെ ഈ സംയുക്ത ദൗത്യം ക്രിസ്തുവിശ്വാസികളെ പരിശുദ്ധാത്മാവിൽ പിതാവിനോടുള്ള അവിടുത്തെ ഐക്യത്തിൽ പങ്കുകാരാക്കുന്നു. പിതാവിനോടുള്ള അവിടുത്തെ ഐക്യത്തിൽ. അപ്പോൾ യേശുവും പരിശുദ്ധാത്മാവും നമ്മളിൽ വസിച്ചുകൊണ്ട് ഇനി അടുത്തത് എന്താ? ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താ? നമ്മളെ പിതാവിനോടുള്ള അവിടുത്തെ ഐക്യത്തിൽ പങ്കുകാരാക്കുന്നു. പിതാവിനോടുള്ള അവിടുത്തെ ഐക്യത്തിൽ പങ്കുകാരാക്കുന്നു. പിതാവിനോടുള്ള അവിടുത്തെ ഐക്യത്തിൽ, അതായത് യേശുവും പരിശുദ്ധാത്മാവിൻ്റെയും സംയുക്ത ദൗത്യം. അവർ രണ്ടുപേരും പിതാവിനോട് എങ്ങനെ ഐക്യപ്പെട്ടിരിക്കുന്നുവോ ആ ഐക്യത്തിൽ നമ്മളെ പങ്കുകാരാക്കും. യോഹന്നാൻ്റെ സുവിശേഷം 17:26 അവസാന പ്രാർത്ഥനയുടെ അവസാന വാക്ക്, ഈശോയുടെ അവസാന പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഈശോയുടെ പൗരോ പ്രാർത്ഥനയുടെ അവസാനത്തെ വാക്ക് കണ്ടോ? അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് പിതാവ് എനിക്ക് നൽകിയ സ്നേഹം, അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അതാരാ? അതൊരു വ്യക്തിയാണ്, അത് പരിശുദ്ധാത്മാവാണ്. അവിടുന്ന് പിതാവും പുത്രൻ്റെയും സ്നേഹം, അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിലുണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും. കണ്ടോ? അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിലുണ്ടാകേണ്ടതിന്. എന്തൊരു വലിയ കാര്യമാണ് നോക്കി. പുത്രൻ തമ്പുരാൻ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിലൂടെ പിതാവുമായിട്ട് എങ്ങനെ സ്നേഹത്തിലായിരിക്കുന്നുവോ ആ സ്നേഹം ശിഷ്യന്മാരായ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതിന്. അതാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ക്രിസ്തുവിശ്വാസികളെ പരിശുദ്ധാത്മാവിൽ
പിതാവിനോടുള്ള അവിടുത്തെ ഐക്യത്തിൽ പങ്കുകാരാക്കുന്നു. ഇതെല്ലാം സൂപ്പർ നാച്ചുറലാണ്. ഇതെല്ലാമാണ് പ്രകൃത്യാതീതമായ കാര്യം. തുടർന്ന് മനുഷ്യരെ മിശിഹായിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ആത്മാവ് അവരെ ഒരുക്കുകയും തൻ്റെ കൃപാവരവുമായി, കൃപ എന്താണ്? കൃപ എന്ന് പറഞ്ഞാൽ ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപയെന്ന് പറയുന്നു. അഥവാ ദൈവീക ജീവൻ മാനുഷിക ജീവനിൽ ലയിച്ച് അതിനെ ദൈവീകരിച്ച് വിശുദ്ധീകരിച്ച് നീതീകരിച്ച് അഥവാ നീതിമത്കരിക്കുന്നത് കൃപാവരത്തിൻ്റെ പ്രവൃത്തിയാണ്. CCC 1997 മനുഷ്യരെ മിശിഹായിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ആത്മാവ് അവരൊരുക്കുകയും തൻ്റെ കൃപാവരവുമായി അവരുടെ അടുക്കലേക്ക് പോവുകയും ചെയ്യുന്നു. തൻ്റെ കൃപാവരവുമായി അവരുടെ അടുക്കലേക്ക് പോവുകയും ചെയ്യുന്നു. ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണിതെല്ലാം. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ മിശിഹായിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ആത്മാവ് അവരെ ഒരുക്കുകയും തൻ്റെ കൃപാവരവുമായി അവരുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരുടെ ആത്മാവിലേക്ക് പോവുകയും ചെയ്യുന്നു. ആത്മാവ് ഉത്ഥിതനായ കർത്താവിനെ അവർക്ക് വെളിപ്പെടുത്തുന്നു. അപ്പോൾ ആ മിശിഹായിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അടുപ്പിക്കുന്നത്? മിശിഹായെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ആത്മാവ് ഉത്ഥിതനായ കർത്താവിനെ അവർക്ക് വെളിപ്പെടുത്തുന്നു. ഉത്ഥിതനായ കർത്താവിനെ അവർക്ക് വെളിപ്പെടുത്തുന്നു. നമ്മൾ ഈശോയുടെ പരസ്യ ജീവിതമാണ് അധികവും പഠിക്കുന്നത്. എന്നാൽ ആ പരസ്യ ജീവിതത്തിൽ ഒളിച്ചു വച്ചിരുന്ന ഒരു രഹസ്യം ഉത്ഥാനത്തിൻ്റെ രഹസ്യമാണ്. അത് ഉത്ഥാനം കഴിഞ്ഞാലേ ഈശോയ്ക്ക് അത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ അതിനു മുമ്പ് അതിനെക്കുറിച്ചുള്ള സൂചനകളും അതിനെക്കുറിച്ചുള്ള പ്രഘോഷണങ്ങളും ഈശോ പറയുന്നുണ്ട്. അവരെന്നെ പീഡിപ്പിക്കും, അവരെന്നെ കൊല്ലും. അത് കേൾക്കുമ്പോഴേക്കും അവർക്ക് പ്രയാസമായി. പക്ഷെ എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതവർക്ക് മനസ്സിലാവുന്നില്ല ആ കാലഘട്ടത്തിൽ. അതെങ്ങനെയാണ് സംഭവിക്കണേ? അപ്പോൾ ഒരു വിഭാഗക്കാർ, യഹൂദരിൽ ഒരു വിഭാഗക്കാർക്ക് ഈ ഉത്ഥാനമെന്ന് പറയുന്നത് തന്നെ കലിയാണ്. അവർക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അതാണ് പരസ്യ ജീവിത കാലത്ത്. അതുകൊണ്ടാണ് ഈശോ എല്ലാം ഉപമകളിലൂടെ പറഞ്ഞത്. ഈശോ ക്രിസ്തു അനുഭവം യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലൂടെ നൽകാനല്ല യേശു വന്നത്. യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനത്തിലൂടെ നൽകാനാണ് വന്നത്. അപ്പം അതുവരയ്ക്കും അതുകൊണ്ടാണ് എനിക്ക് വേഗം ഒരു മാമോദീസ സ്വീകരിക്കാനുണ്ട്, എനിക്ക് മറ്റൊരു മാമോദീസ സ്വീകരിക്കാനുണ്ട്, അത് കിട്ടുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്. കാരണം അപ്പോൾ ആ ഉത്ഥാനത്തിൻ്റെ ആത്മാവ് ഉത്ഥിതനായ കർത്താവിനെ അവർക്ക് വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം അവിടുത്തെ വചനം അവരെ അനുസ്മരിപ്പിക്കുന്നു. അപ്പോൾ ഉത്ഥാനം കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ വചനത്തിൻ്റെ എല്ലാം അർത്ഥം ഒരു പസിൽ സോൾവ് ചെയ്യുന്ന മാതിരി അവർക്ക് മനസ്സിലാവുന്നത്, പല സംഭവങ്ങളും മനസ്സിലാവുന്നത്. ആ വചനത്തിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ആ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കലാണ് ഒരു പ്രകൃത്യാതീത വിശ്വാസത്തിൻ്റെ പ്രകൃത്യാതീത ശക്തിയാണ് അത് മനസ്സിലാക്കുന്നത്. അത് വെറും അക്ഷരം വായിക്കുന്നതിലൂടെ അല്ല. ഇപ്പം ഞാനിന്നലെ പറഞ്ഞു, അത് ഇന്ന് കഠിനാവറയിൽ പറഞ്ഞു, ഈശോ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ വളരെ ഭയന്ന് വിറച്ച് സമാധാനമില്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഈശോയുടെ ശബ്ദം കേൾക്കുകയാണ്.
നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഇപ്പം ഇത് എവിടെയോ എഴുതിയിരിക്കുന്ന ഒരു ലിഖിതമായ വചനമായിട്ടല്ല ഞാൻ സ്വീകരിക്കുന്നത്. അവിടെയാണ് പോയിന്റ്. എന്നാൽ നമുക്കറിയാം അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനമാണ്. പക്ഷേ ഇപ്പോൾ ആ വചനം ഒരു വ്യക്തിയായി എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കുന്നു. ആ നിമിഷം എൻ്റെ സകല ഭയവും മാറി ഞാൻ വലിയ ഒരു സമാധാനത്തിലേക്ക് വന്നു. അതാണ് വചനം. വചനം യേശു തന്നെ പറഞ്ഞ വചനം നമുക്ക് വെളിപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ആ വചനം എന്ത് ഉദ്ദേശിക്കുന്നുവോ അത് നമ്മളിൽ അങ്ങ് സംസ്ഥാപിതമാകുന്നു. നമ്മുടെ സിറോ മലബാർ കുർബാനയിൽ വൈദികൻ സുവിശേഷ പുസ്തകമായിട്ട് ഇങ്ങനെ മുഖത്ത് വെച്ചുകൊണ്ടാണ് വേണ്ടത്. അതിനൊക്കെ വലിയ അർത്ഥമുണ്ട്. അതാണ് ലിറ്റർജിക്കൽ സയൻസ്. അതായത് ആ വൈദികൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തു ആ വചനത്തെ ഇങ്ങനെ മുഖത്ത് വെച്ചുകൊണ്ട് വരുന്നതിൻ്റെ അർത്ഥം അത് ക്രിസ്തുവിൻ്റെ അധരമാണ്. ക്രിസ്തുവിൻ്റെ അധരമാണ്. എന്നിട്ട് പറയാണ് സമാധാനം നമ്മോട് കൂടെ. കേട്ടോ, അതെന്താണ് ആ വചനം? ക്രിസ്തുവാണ്. ആരാണ് ആ ക്രിസ്തു? നമ്മുടെ സമാധാനമാണ്. അതെങ്ങനെയാണ് സമാധാനമാവുന്നത്? ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരിയാണ്, ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിൽ ഈ വചനം നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കും. വേണമെങ്കിൽ ഇപ്പം നമുക്കൊരു നിമിഷം ഒന്ന് നോക്കാം അതിൻ്റെ ഒരു ട്രയൽ. നിങ്ങളൊരു നിമിഷത്തേക്ക് ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം എന്തെങ്കിലും ഒരു അസമാധാനത്തിൻ്റെ ഒരു പോയിന്റ് എടുക്കുക. ഒരു പ്രശ്നം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇനി ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. ദൈവം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ഈശോ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ആ ഈശോ ഒരു വ്യക്തിയാണ്. ആ ഈശോയുടെ വചനം ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മനസ്സിലുണ്ട് കേട്ടോ. അത് അല്പം നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. എങ്ങനെ അതിൽ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് അറിയില്ല. ആ പ്രശ്നം നമ്മൾ ഓർക്കുന്നു. അതോടൊപ്പം നമ്മൾ ഓർക്കുന്നു, ഒരു ശബ്ദം വരുന്നു, നിന്റെ ഹൃദയം അസ്വസ്ഥമാക്കട്ടെ. ഈ പ്രശ്നത്തെ പ്രതി നിന്റെ ഹൃദയം അസ്വസ്ഥമാക്കണ്ട. എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഒരു വ്യക്തിയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലിരുന്ന് സംസാരിക്കുന്നു. ആ വ്യക്തി ദൈവമാണ്, ഈശോ മിശിഹായാണ്. ആ വ്യക്തി പറയുകയാണ്, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകുന്ന ഒരനുഭവം ഉണ്ടാകണം. ഇപ്പോൾ ആ പ്രശ്നം മൂലമുള്ള നിങ്ങളുടെ ആ ഭയമോ ആകുലതയോ ഇപ്പോൾ മാറിപ്പോകും. കാരണം ഈ വചനം അവിടെ വെളിപ്പെട്ടു. ഈ വചനം അവിടെ സംസ്ഥാപിതമായി. ഈ വചനം ഈ നിമിഷത്തിൽ നിങ്ങളിൽ ശക്തി പകർന്നു. ഈ നിമിഷത്തിൽ ഈ വചനം അവിടെ യേശുവിൻ്റെ സമാധാനം പകർന്നു. ആ അനുഭവം ഇപ്പം കിട്ടിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നൊരു തംസപ്പ് തന്നെ. അപ്പം അതാണ് പറയുന്നതിൻ്റെ അർത്ഥം. ആത്മാവ് ഉത്ഥിതനായ കർത്താവിനെ അവർക്ക് വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം അവിടുത്തെ വചനം അവരെ അനുസ്മരിപ്പിക്കുന്നു. അവിടുത്തെ മരണവും ഉത്ഥാനവും ഗ്രഹിക്കാൻ അവരുടെ മനസ്സ് തുറക്കുന്നു. അവിടുത്തെ മരണവും ഉത്ഥാനവും ഗ്രഹിക്കാൻ അവിടുത്തെ മനസ്സ് തുറക്കുന്നു.
അതാണ് അവിടുത്തെ മരണവും ഉത്ഥാനവും. അത് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് വിശ്വാസികളായ നമ്മൾക്ക് ഈശോ ഈ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് പിന്നെ മരിച്ച ആളെ എങ്ങനെ ഉയർക്കണേ, എന്താണ് ആ മരിച്ച ആളുടെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ അത് ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ വേറെ ആരുടെ അടുത്തേക്കോ പോകാതെ ഉടനെ അത് ഹൃദയത്തിൽ കർത്താവിൻ്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് കർത്താവ് അപ്പോഴൊരു വചനം തരും. ആ വചനം ആ സമയത്ത് നമുക്ക് വലിയ സമാധാനം തരും. സമാധാനം അതാണ്. അവിടുത്തെ വചനം അവരെ അനുസ്മരിപ്പിക്കുന്നു. അവിടുത്തെ മരണവും ഉത്ഥാനവും ഗ്രഹിക്കാൻ അവരുടെ മനസ്സ് തുറക്കുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവരിതെല്ലാം ഈശോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അന്ന് പഠിപ്പിച്ച സമയത്ത് അതൊക്കെ കേട്ടുവെങ്കിലും അവർക്കത് മനസ്സിലായില്ല. അത് അവരുടെ കുറ്റമല്ല. അത് ഉത്ഥാനത്തിന് ശേഷമുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ പ്രകൃത്യാതീതമായ ഒരു മനസ്സിലാക്കൽ നൽകുന്നതിലൂടെയാണത്. നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് സൂപ്പർ നാച്ചുറൽ. അതാണ് ജോൺ ഓഫ് ദ ക്രോസ് പറയുന്നത്. ഇനി നിങ്ങൾ സൂപ്പർ നാച്ചുറൽ അന്വേഷിക്കേണ്ട. അതിൻ്റെ അർത്ഥം സൂപ്പർ നാച്ചുറൽ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും എന്നത് ഇനി ഉണ്ടാകാനിരിക്കുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് ഓൾറെഡി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഓൾറെഡി ഇൻ us. ഈ ഒറ്റ പോയിന്റിലാണ് നമ്മുടെ കംപ്ലീറ്റ് അത്ഭുതം നടക്കുന്നത്. നമ്മളിതെന്തോ സംഭവിക്കാനിരിക്കുന്ന കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ട് തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചിരിക്കുകയാണ്. കാര്യടാ, ഞാൻ നിന്റെ അകത്തുണ്ടടാ. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയ ഞാൻ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആ എല്ലാ പാട്ടുകളും തുടങ്ങുന്നത് എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ. അപ്പോൾ എന്നിൽ വാഴും ആത്മാവ്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. നമ്മൾ കുർബാനയിൽ തന്നെ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പിന്നീട് വരുമെന്നാണോ പറയണേ? അല്ല, നിങ്ങളോട് കൂടെയുണ്ട്, സമാധാനം നമ്മോട് കൂടെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. നമ്മൾ ഇതാണ് പ്രഘോഷിക്കേണ്ടത്, ഇതാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ഈ അനുഭവമാണ് സൂപ്പർ നാച്ചുറൽ, പ്രകൃത്യാതീത അർത്ഥം ഈ അനുഭവം. അപ്പോൾ ഇവിടെയും അവരുടെ മനസ്സ് തുറക്കുന്നു. അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അപ്പമെടുത്തു, ആശീർവദിച്ചു, മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവരെ തിരിച്ചറിഞ്ഞു. അതൊരു ഹിസ്റ്റോറിക്കൽ എവന്റ് ആണത്, വലിയ ഹിസ്റ്റോറിക്കൽ എവന്റ്. ജോൺ പോൾ മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ അവസാനത്തെ ചാക്രിക ലേഖനം യൂക്രിസ്റ്റ്യ എക്ലീസിയയിലും അവസാനത്തിൽ വികാരഭരിതനായിട്ട് പിതാവ് പറയുകയാണ് ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട്. അങ്ങനെ പിതാവ് പറയാണ്, അരനൂറ്റാണ്ടിലേറെ, അതായത് വൈദികനായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വൈദികനായിട്ട് അരനൂറ്റാണ്ടിലേറെ കാലം ഓരോ ദിവസവും ഞാൻ ഈ വിസ്മയം എൻ്റെ കണ്ണുകൊണ്ട് ദർശിക്കുകയാണ്. നമ്മളും ഇത് ദർശിക്കുകയല്ലേ? അവിടെ വല്ല വ്യത്യാസമുണ്ടോ? മാർപ്പാപ്പയും നമ്മളും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഈശോ മിശിഹായ് വല്ല വ്യത്യാസവും കാണിക്കുന്നുണ്ടോ? നമ്മളും ഇത് ദർശിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മളുടെ കണ്ണ് തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിൽ ആ ദിവ്യപ്രകാശം നമ്മുടെ ആത്മാവിലേക്ക് പ്രസരിക്കുകയാണ് ചെയ്യുന്നത്. അത്യത്ഭുതം, ബുദ്ധിവിസ്മയം, അതിവിസ്മയം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രകൃത്യാതീത ഇവിടെ പറയുന്നുണ്ട്. അത് അവിടുന്ന്
മരണവും ഉത്ഥാനവും ഗ്രഹിക്കാൻ. ഈ മരണ ഉത്ഥാനം എന്തുകൊണ്ടാണ് എമ്മാവൂസിലേക്ക് പോയ സമയത്ത് അവർക്ക് ഗ്രഹിച്ചില്ല? ഈശോ അവരോട് വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ചു, ഉത്ഥാനം ചെയ്ത ഈശോ അവരോടൊപ്പം നടന്നിട്ടും അവർക്ക് ഗ്രഹിച്ചില്ല. അത് ഗ്രഹിക്കുന്നതിന് ഈ അപ്പം മുറിക്കലിലൂടെയാണ് അത് ഗ്രഹിക്കാൻ കർത്താവ് തിരുമനസ്സായിരിക്കുന്നത്. ഗ്രഹിക്കാൻ അവരുടെ മനസ്സ് തുറക്കുന്നു. അവിടുന്ന് ഉണ്ടോ വീണ്ടും പരിശുദ്ധാത്മാവ് അവിടുന്ന് ക്രിസ്തു രഹസ്യം സന്നിഹിതമാക്കുന്നു. മെയ്ഡ് പ്രസന്റ്, റീഎനാക്ട്മെന്റ് എന്നും പറയും. 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ രഹസ്യം അന്ന് സംഭവിച്ചപ്പോൾ തന്നെ അത് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിത്യതയിലേക്ക്. CCC 1085. ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം ഭൂതകാലത്തിൽ മാത്രം നിലനിൽക്കാൻ സാധ്യമല്ല. എന്തെന്നാൽ തൻ്റെ മരണം വഴി അവിടുന്ന് മരണത്തെ നശിപ്പിച്ചു. ക്രിസ്തു ആയിരിക്കുന്നതെല്ലാം എല്ലാ മനുഷ്യർക്കും വേണ്ടി അവിടുന്ന് ചെയ്തതും സഹിച്ചതുമായ സകലതും ദൈവീകമായ നിത്യതയിൽ പങ്കുചേർന്നു. വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവീകം. അപ്പോൾ ക്രിസ്തു ആയിരിക്കുന്നതെല്ലാം അവിടുന്ന് സഹിച്ചതും ഉയർത്തതും എല്ലാം ദൈവീകമായ നിത്യതയിൽ, ഡിവൈൻ എറ്റേണിറ്റിയിലേക്ക് പങ്കുചേർന്നിരിക്കുന്നു. എപ്പോൾ? ഇത് സംഭവിച്ച നിമിഷം തന്നെ. അവിടുത്തെ ജനനം, അവിടുത്തെ ജീവിതം, അവിടുത്തെ വചനം, അവിടുത്തെ മരണം, അവിടുത്തെ പുനരുത്ഥാനം, ഇതെല്ലാം ഡിവൈൻ എറ്റേണിറ്റിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദൈവിക നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പങ്കുപറ്റും. തന്മൂലം അവ എല്ലാ കാലങ്ങൾക്കും അതീതമായി നിലനിൽക്കുന്നു. എല്ലാ കാലങ്ങൾക്കും അതീതമായി നിലനിൽക്കുന്നു. അതേസമയം അവയിലെല്ലാം സന്നിഹിതമാക്കപ്പെടുന്നു. അപ്പോൾ ഈ ഡിവൈൻ എറ്റേണിറ്റിയിലേക്ക് പോയ ആ സംഭവം ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ അതേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ഈ സാക്രമെൻറ്റിൽ ഇന്ന് ജീവിക്കുന്ന നമുക്കായിട്ട് അതിനെ സന്നിഹിതമാക്കുന്നു. മെയ്ഡ് പ്രസൻറ്റ് ഉണ്ടോ, സന്നിഹിതമാക്കപ്പെടുകയും ചെയ്യുന്നു. കുരിശിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സംഭവം സ്ഥിരമായി നിൽക്കുന്നു. എല്ലാറ്റിനെയും ജീവനിലേക്ക് വലിച്ചടുപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതെല്ലാം സൂപ്പർ നാച്ചുറലാണ്, പ്രകൃത്യാതീതമായ ഒരു ഫിനോമിനയാണത്. അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിലൂടെ ഒന്നുമല്ല സംഭവിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഉൾക്കണ്ണുകളിലൂടെ അവിടെ പറയാണ്, അവിടുന്ന് ക്രിസ്തു രഹസ്യം സന്നിഹിതമാക്കുന്നു. പരിശുദ്ധാത്മാവാണത്. അപ്പോൾ ഈ പ്രകൃത്യാതീത അർത്ഥം, വിശ്വാസത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ മീനിങ്ങിൻ്റെ പ്രധാന ഒരു ഏജന്റ് പരിശുദ്ധാത്മാവാണ്. അവിടുന്ന് ക്രിസ്തു രഹസ്യം സന്നിഹിതമാക്കുന്നു. എന്നിട്ട് പറയാണ് പരമമായി കുർബാനയിൽ കണ്ടോ, ഏറ്റവും സമ്മിറ്റ് എന്നാണ് പറഞ്ഞത്. യൂക്രിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. വിശുദ്ധ കുർബാനയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചകോടി അനുഭവം. അവരെ രമ്യപ്പെടുത്തി യോഹന്നാൻ 15:8-16 രമ്യപ്പെടുത്തി അവരെ ദൈവവുമായുള്ള സംസർഗത്തിലേക്ക് കൊണ്ടുവരാനും അവർ ധാരാളം ബലം പുറപ്പെടുവിക്കാനും വേണ്ടിയാണത്. അവരെ രമ്യപ്പെടുത്തി എന്ന് പറയുന്നത് യോഹന്നാൻ 15:8-16. യോഹന്നാൻ 15:8. യോഹന്നാൻ 15 എന്ന് പറയുമ്പോൾ മുന്തിരിച്ചെടിയുടെ അവസാനത്തെ ഭാഗം. യോഹന്നാൻ 15:8 കണ്ടോ, നിങ്ങൾ ധാരാളം ബലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുത്തുന്നു. ഈശോയുടെ ശാഖയായിട്ട് മാറുന്നു. 16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയും ആണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ അത്യത്ഭുതകരമായ ഈ പ്രവർത്തനം നമ്മിൽ നടക്കുമ്പോഴാണ്. ക്ഷേമുള്ളവരെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയത് 92 അല്ലെങ്കിൽ 91 ഖണ്ഡികയിൽ മനസ്സിലാക്കിയത് ആവിഷ്കൃത സത്യത്തിൻ്റെ ഗ്രഹണത്തിലും
കൈമാറലിലും എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും പങ്കുണ്ട്. തങ്ങളെ പഠിപ്പിക്കുകയും പരിശുദ്ധാത്മാവിലൂടെ സത്യത്തിൻ്റെ സാകല്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവരാണവർ. ഓൾറെഡി സ്വീകരിച്ചവരാണവർ. ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കിയേ. നമ്മളിത് സ്വീകരിച്ചവരാണോ? നമ്മളിത് സ്വീകരിച്ചവരാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ കേട്ടത് മുഴുവനും. ഒരിക്കൽ കൂടി അതൊന്ന് വായിക്കാൻ കേട്ടോ. വളരെ ഇതാണ് നമ്മൾ. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ബ്രദറിനെ 25 വർഷം മുമ്പ് കണ്ടപ്പോഴും ബ്രദർ ഇങ്ങനെ തന്നെയാണ്, ഇപ്പോഴും എത്ര ശക്തിയോടെ വചനം പ്രഘോഷിക്കണം. ഇതൊരുത്തരും ഇങ്ങനെ എക്സാഗ്രേറ്റ് പറയണമായിരിക്കും. എന്നിരുന്നാലും ഇതെങ്ങനെ സാധിക്കണോ? അപ്പോൾ ഇത് വളരെ ആത്മാർത്ഥമായിട്ടൊരാൾ ചോദിക്കണം, വളരെ ആത്മാർത്ഥമായിട്ട്, ബ്രദറെ ഞങ്ങളൊക്കെ ഒരു ധ്യാനം കൂടിക്കഴിഞ്ഞാൽ ഒരു 1.5 മാസത്തേക്ക് ഭയങ്കര ഉശിരായിരിക്കും, പിന്നെ ഞങ്ങളുടെ വീര്യം പോകും. അതെങ്ങനെയാണ് ഈ വീര്യം പോകാതെ നിലനിൽക്കുന്നത്? ഇത് വലിയൊരു പോയിൻ്റാണ്. അതുകൊണ്ട് എല്ലാവരോടുമായിട്ട് ഞാനിത് പറയുകയാണത്. ഞാൻ ചോദിച്ചു അതിന് മറുവശം ഇതാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം. നീ എന്താ വിചാരിക്കണേ? ധ്യാനം കൂടിയപ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, അത് കഴിഞ്ഞ് നീ എന്തെങ്കിലും തിന്മയൊക്കെ ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് പോയി, അതാണോ നീ വിശ്വസിക്കണേ? പിന്നെ അങ്ങനെയല്ലേ, പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് പോകൂലേ? ദാവീദ് പ്രാർത്ഥിച്ചില്ലേ, എൻ്റെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചത്? ഇതൊക്കെയല്ലേ നമ്മൾ ധ്യാന പ്രഘോഷണത്തിൽ കേൾക്കുന്നത്. ഞാൻ പറയാം, അതാണ് തെറ്റ്. നമ്മിലുള്ള പരിശുദ്ധാത്മാവ് നമ്മൾ എന്തെങ്കിലും തിന്മ ചെയ്താൽ പോകും എന്ന് വിശ്വസിക്കുന്നത് വലിയ തെറ്റാണ്. അതല്ല സത്യം. പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നൽകിയിരിക്കുന്നത് തന്നെ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾക്ക് പശ്ചാത്താപം ഉണ്ടാക്കുന്നതിനും നമ്മൾക്ക് പാപബോധം ഉണ്ടാക്കുന്നതിനും പശ്ചാത്താപം ഉണ്ടാക്കുന്നതിനും പാപബോധം ഉണ്ടാക്കുന്നതിനും പശ്ചാത്താപം ഉണ്ടാക്കുന്നതിനും അതിനുശേഷം നമ്മളെ വിശുദ്ധീകരിച്ച് ദൈവത്വമായിട്ട് അനുരഞ്ജിപ്പിച്ച് നമ്മളെ പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കുന്നതിനുമാണ്. ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം. നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് വിട്ടു പോകുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്ത് പറയാനാ? ഇതാണ് സ്നേഹമുള്ളവരെ. ഞാൻ ആദ്യം മുതലേ വില്യം ജോസഫ് സാറേ, പ്രൈസ് ദി ലോർഡ്, താങ്ക് യു. സാറിനറിയാം, ഞങ്ങൾ ആദ്യത്തെ ധ്യാനങ്ങളിൽ തന്നെ ആ ധ്യാനം കൂടിയിട്ടുള്ള ആളുകളുണ്ടാവും. നമ്മൾ അന്നേ മുതൽ പറയുന്നത് ഇതാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ ഒരിക്കലും വിട്ടു പോവില്ല എന്നുള്ള, അതാണ് സൂപ്പർ നാച്ചുറൽ. എന്നിരുന്നാലും നമ്മൾ എന്തെങ്കിലും തിന്മ ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പാപബോധവും പശ്ചാത്താപവും നൽകി നമ്മളെ കുമ്പസാരത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും നയിച്ച്, അപ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവ് അത് മെയിൻറ്റെയിൻ ചെയ്യിക്കും, നമ്മുടെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ പ്രധാനമായിട്ട് നമുക്കുണ്ടാകേണ്ടത് ഈ സൂപ്പർ നാച്ചുറൽ, അതായത് പ്രകൃത്യാതീത ശക്തിയാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ പ്രകൃതിക്കനുസരിച്ചുള്ള ചിന്തയല്ല നമുക്കുണ്ടാകേണ്ടത്. ആരെങ്കിലും നമ്മുടെ മക്കൾ തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് വിഷമിക്കല്ല വേണ്ടത്. പരിശുദ്ധാത്മാവേ, നീ അവരിലുണ്ടല്ലോ, നീ അവരെ സഹായിക്കണേ, നീ അവർക്ക് ജ്ഞാനം നൽകണേ, നീ അവരെ ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നീ അവരെ സഹായിക്കണേ. മറിച്ച് അയ്യോ നീ എല്ലാം കളഞ്ഞല്ലോടാ എന്ന് പറഞ്ഞ് ഒച്ചമ്പയലുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്കുണ്ടാകേണ്ട വലിയ ഒരു തിരിച്ചറിവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവാണ്. അതിലേറ്റവും പ്രധാനമുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോകില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത്?
അത് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് ശേഷം യേശുക്രിസ്തു തൻ്റെ രക്തം ചിന്തിയിട്ട് കിട്ടിയ പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല. ദാവീദിൻ്റെ രാജകീയ അഭിഷേകവും പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ ദാവീദിന് മുൻപുണ്ടായിരുന്ന ശൗൽ രാജാവ് തെറ്റ് ചെയ്തു, അയാളിൽ നിന്നും അഭിഷേകം എടുത്ത് മാറ്റി. രാജകീയ അഭിഷേകം ദൈവം നൽകിയിരിക്കുന്ന അഭിഷേകം തന്നെയാണ്, അതും പരിശുദ്ധാത്മാഭിഷേകമാണ്. അത് രാജാവ് ദൈവം പറയണത് അനുസരിക്കാതെ പ്രവർത്തിക്കുമ്പോൾ ആ അഭിഷേകം പോകും. അതുകൊണ്ട് ദാവീദ് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു, ദൈവമേ ആ തെറ്റ് ഞാൻ ചെയ്യല്ലേ, അതായത് ഞാൻ അങ്ങയുടെ ഹിതപ്രകാരമായിരിക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, ഈ പഴയ നിയമത്തിൽ എവിടെയെല്ലാം സംഭവിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രവർത്തനവും, എന്നാൽ ഈശോ മിശിഹ തൻ്റെ പീഠാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും പീഠാനുഭവത്തിലൂടെയും നമുക്ക് വേണ്ടി നേടിത്തന്ന പരിശുദ്ധാത്മാവ് പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇത് ഈ ഈശോ മിശിഹ പീഡ സഹിച്ച് മരിച്ചുയർത്താലേ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ 7:37 തിരുനാളിൻ്റെ അവസാന ദിവസത്തിൽ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദം ഉയർത്തിയപ്പോൾ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് ശ്രദ്ധിക്കണം, ഇവിടെയാണ് അതിൻ്റെ കംപ്ലീറ്റ് രഹസ്യം കിടക്കുന്നത്. 39 അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അടുത്തത് പറയാം, അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിട്ടില്ല. യേശു മഹത്വീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കുരിശിൽ തൻ്റെ ബലി അർപ്പണം നടത്തി മനുഷ്യൻ്റെ പാപം മുഴുവനും ഏറ്റെടുത്ത് ആ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് തൻ്റെ ജീവൻ അവർക്ക് വേണ്ടി അർപ്പിക്കുമ്പോഴാണ് ആ മഹത്വീകരണം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് 16-ാം അധ്യായത്തിൽ യോഹന്നാൻ 16:7-8 പറയുന്നത് എന്താ? ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖഭരിതമായിരിക്കുന്നു, എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. ഇത് ആ ഡോമിനം വിഫിഫിക്കാന്തത്തിൽ കർത്താവും ജീവദാതാവും എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നത്, ആ പരിശുദ്ധാത്മാവിനെ പറയുന്നത് കർത്താവിൻ്റെ രക്ഷാകരമായ ആത്മദാനം എന്നാണ് പറയുന്നത്. രക്ഷാകരമായ ആത്മദാനം. 11-ാമത്തെ പാരഗ്രാഫ് 3-ാം ഖണ്ഡിക, പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ രക്ഷാകരമായ ആത്മദാനം. അന്തിമ അത്താഴവേളയിൽ വെച്ച് ക്രിസ്തു നടത്തിയ വിടവാങ്ങൽ പ്രഭാഷണം പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനത്തെയും ആത്മദാനത്തെയും സവിശേഷമാം വിധം പരാമർശിക്കുന്നു. ദൈവത്തിൻ്റെ ശാശ്വത പദ്ധതിക്കുള്ള രക്ഷാകര രഹസ്യത്തിൻ്റെ അത്യഗാധമായ യുക്തിയുടെ വെളിപ്പെടുത്തൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ടെന്ന് പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അവാച്യ സംസർഗത്തിൻ്റെ വിപുലീകരണം എന്ന നിലയിലുള്ള പദ്ധതിയാണിത്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിൻ്റെ വേർപാടാകുന്ന വില നൽകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. പ്രൈസ് ദ ലോർഡ്. അതാണ് ഈ വേർപാട് അപ്പസ്തോലന്മാരിൽ ദുഃഖമുളവാക്കി. യോഹന്നാൻ 16:6. ആ ദുഃഖം പീഡാസഹനത്തിലും ദുഃഖവെള്ളിയാഴ്ചയുണ്ടായ മരണത്തിലും അതിൻ്റെ അത്യുച്ച കോടിയിലെത്തി. എന്നാൽ ഈ ദുഃഖം സന്തോഷമായി തീരും. എന്തെന്നാൽ ക്രിസ്തു ഈ രക്ഷാകര വേർപാടിനോട് തൻ്റെ ഉത്ഥാനത്തിൻ്റെയും പിതാവിങ്കിലേക്കുള്ള ആരോഹണത്തിൻ്റെയും മഹത്വത്തെ കൂട്ടിച്ചേർക്കും. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ സന്തോഷത്തെ ഉൾക്കൊള്ളുന്ന ഈ ദുഃഖം അപ്പസ്തോലന്മാർക്ക് തങ്ങളുടെ ഗുരുവിൻ്റെ വേർപാടിൻ്റെ സാഹചര്യത്തിൽ ലാഭകരമായൊരു വേർപാടാണ്. എന്തെന്നാൽ
അതിൻ്റെ സഹായത്താൽ മറ്റൊരു സഹായകൻ വരും. വീണ്ടെടുപ്പിന് കാരണമായ കുരിശാകുന്ന വില മൂലം യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ പെസഹാരഹസ്യത്തിൻ്റെയും ശക്തിയിൽ പരിശുദ്ധാത്മാവ് വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ഈ യേശുവിൻ്റെ രക്ഷാകരമായ ഈ വില കൊടുത്താൽ മാത്രമേ ആ പരിശുദ്ധാത്മാവിന് വരാൻ പറ്റുള്ളൂ. അത് പഴയ നിയമത്തിൽ അത് സാധ്യമല്ല. അതാണ് കൈറോസ്, ക്രോണോസ് ആൻഡ് കൈറോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ കുറേ ക്രോണോളജിക്കൽ സംഭവങ്ങൾ. അത് ചെന്ന് എത്തുന്നത് എവിടെയാണ്? കൈറോസ്. ഒറ്റ സംഭവം, ലോകപ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സംഭവം എന്താണ്? ദൈവം മനുഷ്യനായി അവതരിച്ചത്, തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സകല പാപങ്ങളും ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്ത് ആ കുരിശുമരണത്തിലൂടെ അവരെ രക്ഷിച്ച് അവൻ്റെ ഉത്ഥാനത്തിലൂടെ അവർക്ക് തൻ്റെ ആത്മാവിനെ കൊടുക്കാൻ ആണ്. അപ്പോൾ ഈ വെളിപാട്, അതുകൊണ്ട് പഴയ നിയമത്തിൽ വന്ന പോലെ എന്നിൽ വരണമേ, മോശയിൽ നിറഞ്ഞ പോലെ ദാനിയേലിൽ നിറഞ്ഞ പോലെ നിറയണേ എന്ന് പറഞ്ഞ് പാടിയത് കൊണ്ട് പോരാ. എങ്ങനെ പാടണം? യേശു ക്രിസ്തുവിൽ നിറഞ്ഞ പോലെ, യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തി തന്നിലേക്ക് ഒഴുക്കണേ. അതാണ് റോമർ 8:11 പറയണത്. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, കേട്ടോ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവ്. അതാണ് പന്തക്കുസ്തായിലൂടെ നമുക്ക് ലഭിച്ചത്. അതിനു മുമ്പ് ഒരിക്കലും നൽകുക സാധ്യമല്ലേ അല്ല. ഇതൊന്ന് വിശ്വസിക്കൂ. ഇത് വിശ്വസിച്ചുകൊണ്ട് ബൈബിളിൽ എവിടെയെങ്കിലും കാണുന്ന പരിശുദ്ധാത്മാവിനെ അല്ല നമ്മൾ എടുക്കേണ്ടത്. ക്രിസ്തു ജീവൻ കൊടുത്ത് നമുക്ക് നേടിത്തന്ന പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അപ്പം ഇവിടെയാണ് പ്രകൃത്യാതീത ശക്തി നമ്മളിൽ തുറക്കുന്നത്. പ്രകൃത്യാതീത ശക്തി ആ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എടുത്തു മാറ്റാൻ വേണ്ടിയാണോ? കർത്താവ് ശോഭിച്ച് തൻ്റെ രക്തം കൊടുത്തത് മേടിച്ചെന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ അതിനു മുമ്പ് പറഞ്ഞത്, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ. കേട്ടോ, വാക്ക് ശ്രദ്ധിക്കണം. എന്നേക്കും. ആ ബോധ്യത്തിലാണ് നമ്മുടെ ആശീർവാദ വചനം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മളോട് കൂടെ ഉണ്ട് പരിശുദ്ധാത്മാവ്. ഇതൊന്ന് മുറുക്കെ പിടിച്ച്, ഈ ഒറ്റ കാര്യം മുറുക്കെ പിടിക്കുക. ഒരു കാരണവശാലും നമ്മളിൽ നിന്ന് അകലാൻ പറ്റില്ല പരിശുദ്ധാത്മാവിന്. താങ്ക് യു ജീസസ്. താങ്ക് യു.